വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിൽ ഉടനീളം ഞാൻ ഈ പറയുന്ന 3 ശരീരഭാഗങ്ങളിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ മിടിപ്പ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രഗ്നൻസി പോസിറ്റീവ് ആയതിന്റെ സൂചനയായിരിക്കും കേട്ടോ. ഇതിനോടകം ഒരുപാട് പ്രഗ്നൻസി സിംറ്റംസിനെ പറ്റിയിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം ഏർലി പ്രഗ്നൻസി സിംറ്റംസ് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് വാച്ച് ചെയ്താൽ മതിയായിരിക്കും കേട്ടോ. ഒരുപാട് ആളുകൾക്ക് പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ ഒരുപാട് ലക്ഷണങ്ങൾ കാണാറുണ്ട്. എന്നാൽ മറ്റു ചില ആളുകൾക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആയിട്ട് ഏകദേശം സെക്കൻഡ് ട്രൈമസ്റ്റർ ഒക്കെ കഴിഞ്ഞാലും യാതൊരു തരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങളും ഉണ്ടാവാറില്ല. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഒന്നും തന്നെ ഇല്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യം ഇല്ല കേട്ടോ. ഓരോ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫസ്റ്റ് പ്രഗ്നൻസിയും സെക്കൻഡ് പ്രഗ്നൻസിയും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണവും ഇല്ലാതെ പ്രഗ്നന്റ് ആകുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് പീരിയഡ് ഡേറ്റിൽ ചെറുതായിട്ടോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലോ ദിവസങ്ങളിൽ ബ്ലീഡിംഗ് ഉണ്ടായതിനു ശേഷവും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പോസിറ്റീവ് ആകുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മളിൽ ലൈഫ് സ്റ്റൈലിലും നമ്മുടെ ഫുഡ് ഹാബിറ്റിലും ഉണ്ടാകുന്ന വ്യത്യാസം കൊണ്ടാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് ശരീരത്തിൽ ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്പോട്ടിംഗ് കണ്ടാലും നിങ്ങൾക്ക് ഒരു സംശയം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക. പ്രീവിയസ് മന്തിനെ അപേക്ഷിച്ച് ബ്ലീഡിംഗ് വളരെയധികം കുറവാണെങ്കിലും നിങ്ങൾക്ക് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ടുള്ള ഒരു വകുപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ സംസാരിക്കുന്ന പ്രഗ്നൻസി ലക്ഷണങ്ങളിൽ ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ട് ബീറ്റിന്റെ റേറ്റിൽ വരുന്ന വ്യത്യാസമാണ്. നമ്മുടെ എല്ലാവരുടെയും ഹൃദയം നല്ലതുപോലെ മിടിക്കുന്നുണ്ട്. പക്ഷേ പ്രഗ്നൻസി പോസിറ്റീവ് ആവുകയാണെങ്കിൽ ചില സമയങ്ങളിൽ ചില ഇടവേളകളിൽ നിങ്ങൾക്ക് ഹാർട്ട് ബീറ്റ് കൂടുതലായിട്ടും അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമ്മുടെ ബോഡി നോർമലി എത്രയാണോ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടായത് അതിനേക്കാളും കൂടുതലായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. നിങ്ങളിൽ നോർമലി ഉണ്ടാകുന്നതിനേക്കാൾ ഒരു 30% എങ്കിലും ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുമെന്ന് സാരം. ഈ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ അവിടെ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു ശരീര അവയവമാണ് ഹൃദയം എന്ന് പറയുന്നത്. ഹൃദയത്തിന്റെ പ്രവർത്തനം കൂടുതലായിട്ട് നടക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ആ ഒരു മിടിപ്പ് ചില സമയങ്ങളിൽ ചില സിറ്റുവേഷനുകളിൽ ഭയങ്കര കൂടുതലായിട്ട് അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. നിങ്ങൾ ഇത്തരത്തിലുള്ള ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഒരു സംശയവും ഇല്ലാതെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇൻ കേസ് നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കിട്ടുന്ന റിസൾട്ട് നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറോട് പോയി ഇത് പറയണം. മറ്റേതെങ്കിലും ആരോഗ്യാവസ്ഥ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉള്ളത് കൊണ്ടാണോ ഇങ്ങനെ വരുന്നതെന്നും കൂടി നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. ECG ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പ്രഗ്നൻസി നെഗറ്റീവ് ആണെങ്കിലും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതാണ് ഫസ്റ്റത്തെ ലക്ഷണം എന്ന് പറയുന്നത്. രണ്ടാമത്തേത് നമ്മുടെ സ്റ്റൊമക്കിൽ ഉണ്ടാവുന്ന ബീറ്റിംഗ് ആണ്. ചില ആളുകൾ പറയുന്നുണ്ട് പ്രഗ്നൻസി പോസിറ്റീവ് ആയതിനു ശേഷവും ചേച്ചി വയറിന്റെ അവിടെ ഒരു തുടിപ്പ് വരുന്നുണ്ട്, കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് ആണോ എനിക്ക് കേൾക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ കുഞ്ഞ് ചവിട്ടുന്നതാണോ എനിക്ക് അറിയാൻ കഴിയുന്നതെന്ന് പലരും ചോദിക്കാറുണ്ട്. കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് ഒരിക്കലും നമുക്ക് വീട്ടിൽ നിന്നുകൊണ്ട് ചെക്ക് ചെയ്യാനായിട്ട് പറ്റില്ല, അതിന്റെ ഒരു എക്യുപ്മെന്റ് ഇല്ലാതെ. അതുപോലെ കുഞ്ഞിന്റെ മിടിപ്പാണെങ്കിലും ഒരിക്കലും ഫസ്റ്റ് ട്രൈമസ്റ്റർ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഇല്ല. സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ഒരു 5 months അല്ലെങ്കിൽ ഒരു 4 months ഒക്കെ തീർന്നതിന് ശേഷമായിരിക്കും പലർക്കും ആ ഒരു ഹാർട്ട് ബീറ്റ് ആ ഒരു ചവിട്ടല് കുഞ്ഞിന്റെ അനക്കം ഫീൽ ചെയ്ത് തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ നമുക്ക് സ്റ്റൊമക്കിലെ ബീറ്റിംഗ് അനുഭവപ്പെടുന്നതെന്ന് നോക്കാം. പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഭയങ്കരമായിട്ട് കൂടുമെന്ന് ഫസ്റ്റത്തെ ടോപ്പിക്കിൽ നമ്മൾ സംസാരിച്ചല്ലോ. ഈ ബ്ലഡ് സർക്കുലേഷൻ ഏറ്റവും കൂടുതൽ ഇൻക്രീസ് ആയിട്ട് വരുന്നത് നമ്മുടെ യൂട്രസിലോട്ടാണ്. ആ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എംബ്രിയോനെ നറിഷ് ചെയ്യണമെങ്കിൽ അതിലോട്ടുള്ള രക്തയോട്ടവും അതിലോട്ടുള്ള എല്ലാ ന്യൂട്രീഷനിന്റെ ആ ഒരു ഓട്ടവും എല്ലാം പ്രോപ്പറായിട്ട് നടക്കണം. ഈ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കും നമുക്ക് വയറിൽ ഇത്തരത്തിലുള്ള ഒരു അനക്കം അനുഭവപ്പെടുന്നത്. എവിടെയാണോ നമുക്ക് ഇംപ്ലാന്റേഷൻ ആയത് ആ ഒരു സ്ഥലത്തായിരിക്കും ഏറ്റവും കൂടുതൽ ഈ ഒരു വ്യത്യാസം കണ്ടുവരുന്നത് കേട്ടോ. ഒരുപാട് ആളുകൾക്ക് ലെഫ്റ്റ് സൈഡിലാണ് കൂടുതലായിട്ടും ഈ ഒരു വ്യത്യാസം അനുഭവപ്പെടുന്നത്. നമ്മളിപ്പോൾ വയറ് ഞെക്കി നോക്കി പയ്യെ ഒന്ന് നോക്കിക്കഴിഞ്ഞാലും ചിലർക്ക് അവിടെ ഒരു ഒരു കനം അല്ലെങ്കിൽ ഒരു കല്ലപ്പ് ഫീൽ ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിലായിരിക്കും കേട്ടോ. നമുക്ക് ഇംപ്ലാന്റേഷൻ വന്നത് റൈറ്റ് സൈഡിലാണെങ്കിൽ ആ ഭാഗത്തും ഇത് ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ നമ്മൾ ആ ഒരു ലോവർ അബ്ഡമൻ പോർഷന് പ്രഷർ കൊടുക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ലക്ഷണം കൂടുതലും വിസിബിൾ ആവുന്നത്. അതായത് പ്രഗ്നൻസി പോസിറ്റീവ് ആണെന്ന് അറിയുന്നതിന് മുൻപ് നമ്മളിപ്പോൾ ഇന്ത്യൻ ക്ലോസറ്റിൽ കുറേ നേരം ഇരുന്നിട്ട് എഴുന്നേക്കുക, അല്ലെങ്കിൽ കാലിൽ മുട്ട് കുത്തി നല്ലതുപോലെ പ്രഷർ കൊടുത്തിട്ട് എഴുന്നേക്കുക. ഈ സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഈ ഒരു പ്രഗ്നൻസി ലക്ഷണം തിരിച്ചറിയാനായിട്ട് സാധിക്കും കേട്ടോ. അതല്ലാത്ത സമയങ്ങളിൽ, അതായത് നിങ്ങൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഈ ഒരു ലക്ഷണം കാണുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നിങ്ങളുടെ പ്രഗ്നൻസി പോസിറ്റീവ് ആയതുകൊണ്ടാണെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് അത് ഡൈജഷൻ നടക്കണമെങ്കിൽ കൂടുതലായിട്ടൊരു പ്രോസസ്സ് അവിടെ നടക്കേണ്ടിയിരിക്കുന്നു. ഫുഡ് ഡൈജഷൻ ആകുന്നതിനും എനർജി അബ്സോർപ്ഷൻ നടക്കുന്നതിനും വേണ്ടിയിട്ട് നമ്മുടെ ഒരു പ്രോസസ്സ് കൂടുതലായിട്ട് ലോവർ അബ്ഡമൻ പോർഷനിൽ സംഭവിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് കൂടുതലും ആ സമയങ്ങളിൽ മിടിപ്പ് അനുഭവപ്പെടുന്നത് കേട്ടോ. അങ്ങനെയുള്ള സമയത്ത് പെട്ടെന്ന് കിടന്നിട്ട് എഴുന്നേക്കുന്ന സമയത്തും ഈ ഒരു ലക്ഷണം കാണുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് പ്രഗ്നൻസി ആയിട്ട് കാണാനായിട്ട് കണക്ക് കൂട്ടാനായിട്ട് സാധിക്കില്ല.
അതല്ലാത്ത സമയത്ത് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. മൂന്നാമത്തെ ഒരു പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്രസ്റ്റ് ആണ്. ബ്രസ്റ്റിന്റെ ഭാഗത്തും ഒരു മിടിപ്പ് സെൻസേഷൻ അല്ലെങ്കിൽ ഒരു തുള്ളുന്നത് പോലുള്ള ഒരു സെൻസേഷൻ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ഞാൻ തുള്ളുന്നത് പോലുള്ള സെൻസേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം അത് ക്യാച്ച് ചെയ്യാൻ പറ്റുമോ എനിക്കറിയില്ല. എന്നാലും ഒരു അനക്കം ബ്രസ്റ്റിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്രസ്റ്റ് പ്രിപ്പയർ ആവുന്നത് കൊണ്ടാണ് വളരെയധികം സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സെൻസേഷൻ ഫീൽ ചെയ്യുന്നത്. യൂട്രസും അതുപോലെ ബ്രസ്റ്റും ഓൾറെഡി ആ ഒരു ഫസ്റ്റത്തെ സ്റ്റേജ് മുതൽ തന്നെ കുഞ്ഞിനെ അന്ന് അഫോർഡ് ചെയ്യുന്നതിനും അതുപോലെ കുഞ്ഞിനെ മുലയൂട്ടുന്നതിനും വേണ്ടിയിട്ട് പ്രിപ്പയർ ആകാനായിട്ട് തുടങ്ങും. ഈ ഒരു വളർച്ച നിങ്ങൾക്ക് ബ്രസ്റ്റിൽ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ തന്നെ തിരിച്ചറിയാനായിട്ട് സാധിക്കും. ബ്രസ്റ്റിന്റെ നിപ്പിളിൽ വരുന്ന വ്യത്യാസം, അതിന്റെ സൈസിൽ വരുന്ന എൻലാർജ്മെന്റും അതിന്റെ ആ ഒരു സൈസ് എന്താ പറയുക ഒരു സെൻസേഷനും ഒക്കെ കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നത് പലർക്കും സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ തുടങ്ങുന്നതാണ് കേട്ടോ. അതുകൊണ്ട് ആ ഭാഗത്തോട്ട് കൂടുതലും ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവാനായിട്ടും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ലക്ഷണവും ബ്രസ്റ്റിലും തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഇത് മൂന്നുമാണ് നമുക്ക് ആ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ തിരിച്ചറിയാൻ പറ്റുന്ന 3 തരത്തിലുള്ള ഒരു മിടിപ്പ് അല്ലെങ്കിൽ അനക്കം. ഈ 3 ലക്ഷണവും നിങ്ങൾക്കില്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. എക്സ്പെക്റ്റഡ് പീരിയഡ് ഡേറ്റിൽ ബ്ലീഡിംഗ് വരുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. കഴിവതും ഡേറ്റ് മിസ്സായിട്ട് 5 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ലക്ഷണം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടാനായിട്ട് സഹായിക്കും കേട്ടോ. ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്, ചേച്ചി 5 ദിവസത്തിനേക്കാളും മുൻപ് ടെസ്റ്റ് ചെയ്ത് നോക്കാമോ എന്ന്. നിങ്ങൾക്ക് വളരെയധികം എന്താ പറയുക ഒട്ടും വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, വേഗം അറിയണമെന്നുണ്ടെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഭയങ്കര ആക്യുറേറ്റ് ആയിരിക്കും ബ്ലഡിലെ റിസൾട്ട് എന്ന് പറയുന്നത്. വളരെ കുറഞ്ഞ വാല്യൂവിൽ തന്നെ ആ ഒരു HCG ഹോർമോൺ ശരീരത്തിലുണ്ടെങ്കിൽ ബ്ലഡ് ടെസ്റ്റിലൂടെ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷേ കാർഡ് അങ്ങനെയല്ല. കാർഡിൽ ഒരു 25 അടുത്തെങ്കിലും HCGയുടെ ലെവൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഏർലി സ്റ്റേജിൽ തന്നെ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇൻ കേസ് നിങ്ങൾക്ക് ആ ഒരു പോസിറ്റീവിലോട്ട് കാർഡിലെ പോസിറ്റീവിലോട്ട് അടുക്കുന്നതിന് മുൻപ് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നെഗറ്റീവ് കിട്ടാനായിട്ട് ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. അതുകൊണ്ട് ഡേറ്റ് മിസ്സായിട്ട് ഒരു 5 ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.